മുളകൾ നാട് നോക്കിയേ സൗണ്ട് കൊണ്ട്. സംഭവം പൊളി സ്ഥലം തന്നെ കേട്ടോ ഗായ്സ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് നിലമ്പൂരിൽ നിന്ന് താമരശ്ശേരി പോകണ റൂട്ടിൽ ഒരു കാടിൻ്റെ ഉള്ളിലാണ് നിൽക്കുന്നത് കേട്ടോ. ഫുള്ള് മുളങ്കാട് ഉണ്ടല്ലേ, അടിപൊളി സ്ഥലം തന്നെയാണ്. ഇവിടെ കുറേ കിളികളുണ്ട്. ഒരു വ്യത്യസ്തമായ ഒരു കിളീനെ കണ്ട് ഞാൻ നിർത്തിയത് അവിടെ. പക്ഷേ ഞാൻ നിർത്തിയപ്പോൾ കിളി പോയി. ഇത് അവിടേക്ക് ഉണ്ട്, മൊബൈൽ കാണുമെന്ന് അറിയില്ല. അപ്പോൾ നമ്മളിവിടെ ഒരു വാട്ടർഫാൾസ് കണ്ടിട്ടുണ്ട് കേട്ടോ. അത് മുലേർപ്പാടം വാട്ടർഫാൾസ് അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ഒരു നിലമ്പൂരിലൊരു വെള്ളച്ചാട്ടം കണ്ടിട്ട് മടങ്ങി വരുന്ന വഴിയാണ്. അപ്പോൾ നമ്മൾ വയനാട്ടിലേക്കാണ് പോണത്. അപ്പോൾ ആ പോണ വഴിയിൽ കണ്ടൊരു വെള്ളച്ചാട്ടം ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടേക്ക് കയറാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നല്ലൊരു വ്യൂ കണ്ടപ്പോൾ പിന്നെ കുറച്ച് റെസ്റ്റ് എടുക്കുക. വണ്ടിയിലെ യാത്രയല്ലേ, എളുപ്പമല്ല. വിഷ്ണു ടയേർഡായി, പിന്നെ വണ്ടി കുറച്ച് ചൂടായി. ചൂരൊക്കെ ഇറങ്ങി വന്നപ്പോൾ ലൈനറൊക്കെ തേഞ്ഞിട്ട് പുകയൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. അപ്പം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിലേക്ക് തിരിക്കാൻ നിൽക്കുക കേട്ടോ. അപ്പോൾ റെസ്റ്റൊക്കെ കഴിഞ്ഞു, വണ്ടിയൊക്കെ ഒന്ന് റിലാക്സായി. അപ്പോൾ ഒരുപാടായി ഞങ്ങൾ രണ്ടുപേരും ചുമന്ന് ഇങ്ങനെ ഓടിക്കുകയാണ്. പാവം വിഷമമുണ്ട് വണ്ടിക്ക്, വണ്ടിക്ക് റെസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ വണ്ടിയൊക്കെ പണി കഴിച്ച് ഇറക്കിയുള്ളൂ ഞാൻ. അപ്പോൾ ബ്രേക്കിൻ്റെ ലൈനറൊക്കെ പോയി. ഇവിടെ ഒരു ലൈനർ ഉണ്ടായിരുന്നു, ഞാൻ കാണിച്ചു തരാം. വേണ്ട ഈ സാധനം ഇത് ജാമായി ഇട്ടത് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യിക്കാൻ കൊടുത്തതാണ്. നോക്കുമ്പോൾ പൊട്ടി മാറ്റേണ്ടി വന്നു. 4,000 രൂപ ഇറങ്ങി, ഒന്നും കുഴപ്പമില്ല. പിന്നെ നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇത് അവിടെ കേട്ടോ വെള്ളം കാണുന്നത്. ഇവിടെ ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഒരു എൻട്രൻസ് ഭാഗമൊക്കെ ഉണ്ട്, എവിടെ നമുക്ക് അറിയില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് പോയിട്ടുണ്ട് വരാം. വാ നമുക്കൊന്ന് ഇറങ്ങിയിട്ട് വരാം. അപ്പം നമുക്കൊന്ന് നോക്കാം ആ വെള്ളച്ചാട്ടം ഒന്ന് ജസ്റ്റ്. ഇപ്പോൾ റോഡ് സൈഡിൽ നിന്ന് കണ്ടതാണ് നമ്മൾ. ഇത് എത്രത്തോളം കണ്ട് ഹെൽമെറ്റ് അവിടെ കെട്ടിട്ടോ കേട്ടോ, പോകണ്ട. ഹെൽമെറ്റ് വെള്ളന്മാരെ സൂക്ഷിക്കണേ. രണ്ടാമത്തെ വട്ടമാണ് ഹെൽമെറ്റ് അടിച്ച് പറ്റിയിട്ടുണ്ട് ഇത്. അപ്പോൾ നമ്മൾ എത്തിയിട്ടാ. നല്ല കിടിലൻ വെള്ളച്ചാട്ടാ. ചെറിയൊരു വെള്ളത്തിൻ്റെ ഇതൊക്കെ ഉണ്ട്. ഞാൻ പോയി നോക്കാം. ദേവി യാ എവിടെയാണത്? വഴിയൊക്കെ മാതിരി ദുർഘടം പിടിച്ച വഴി കേട്ടോ. മനുഷ്യന്മാർ സഞ്ചരിക്കൊണ്ട് വന്നത്. ഓ അതിന് വേരൊക്കെ നോക്കിയേ, ചാതി സംഭവം കേട്ടോ. വേറെ കണ്ടില്ലോ, ഓള് വൈബ് തന്നെ. എല്ലാം മൃഗം ഉണ്ടെങ്കിൽ പിടിച്ച് തിന്നും തോന്നുന്നു. ഉയ്യോ ഇത് കേട്ടോ, ഇതാ അടിപൊളിയാടാ മോനെ. കാണാണ്ടോ സംഭവം ലുക്ക് വെള്ളച്ചാട്ടാ കേട്ടോ. പക്ഷെ മഴ ഇല്ല കേട്ടോ, മഴ ഉണ്ടെങ്കിൽ പൊളിച്ചേനെ. എന്തായാലും പോയി നോക്കാം. ദേവി എന്നോട് സൗണ്ടൊക്കെ. അവിടെ ഒരു ലോറി പോണ കേട്ടോ. പോലീസ് ഉണ്ടോ അവിടെ? പോലീസ് ഉണ്ടോ അവിടെ? പോലീസല്ലല്ലോ. ജീപ്പല്ലേ? ഇത് ഡേഞ്ചറൊന്നും ഇല്ല കേട്ടാ, സാധാ ഒരു തന്നെ സിമ്പിളാ. ചെന്നിരിക്കാനൊക്കെ അടിപൊളിയാ. ഇത് സീതാർ കൊണ്ട് പോലെ ലുക്ക് ഉണ്ടല്ലേ, സെയിം കാറ്റഗറി. അഡ്വഞ്ചർ തന്നെ കേട്ടാ, പോയി നോക്കിയപ്പോ. ഇറങ്ങുന്നുണ്ട്. എന്താ വ്യൂ, രസം കേട്ടോ കാണാൻ. അവൻ്റെ വെള്ളം കണ്ടപ്പോൾ വീണ്ടും ചാടി ഇറങ്ങും കേട്ടോ. എന്തോ വെള്ളം ഭയങ്കര പ്രാന്താണ് കേട്ടോ. നമുക്കും പ്രാന്ത് തന്നെ, പക്ഷെ നമ്മൾ നനഞ്ഞിരിക്കണം. പാൻറ്റൊന്നും ഉണങ്ങിയിട്ടില്ല, അത് കാരണം ഒരു സുഖമല്ല. എന്താ നല്ല രസം, നല്ല കൂളിങ് കേട്ടോ. അവിടെ എന്തോ ഒരു ഗുഹ ഉണ്ട് കേട്ടോ. ഗുഹ കാണിക്കാം നമുക്ക് കണ്ടു. ഇതവിടെ ഗുഹ ഉണ്ടാ, ഗുഹ. ഗുഹയ്ക്ക് പോവാ ബാ. ദേവിയെ അമ്മച്ചി, ദേവിയെ. ഓ ഇവിടെ ഉണ്ടല്ലേ, എന്താ വെള്ളം അവിടുന്നാ വരുന്നത് കേട്ടോ. അവിടുന്ന് ഇവിടേക്കാണ് ഒഴുക്ക് കേട്ടോ. അങ്ങനെ പോയിട്ട് അവിടെ ഒരു കുടിയിലേക്ക് വെള്ളം പോകും. കുറേ നടക്കാനൊക്കെ ഉണ്ട് കേട്ടോ, ഒറ്റം വരൊക്കെ പോകാനൊക്കെ ഉണ്ട്. അവിടെ മരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഇതായിരിക്കുകയാണ്. ഇവിടെ കണ്ടോ കുഴികളൊക്കെ.
നല്ല തെളി വെള്ളം കേട്ടോ. ആ കുളിക്കാൻ പറ്റില്ല, ഫുൾ കാടാണ് കേട്ടോ, അടിപൊളിയാണ്. എന്താ വെള്ളം ഒഴുകുന്നു. മഴക്കാലം ഫുൾ ഡേഞ്ചർ ആട്ടോ അവിടെ ആണല്ലേ. ശരിക്കും ഒരു വളരണ കല്ലാന്ന് തോന്നുന്നു, ഇങ്ങനെ തള്ളി നിൽക്കണ്. വെള്ളമൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല പവറാവും ഇവിടെ. അറിയില്ല മറന്നുപോയി. നമ്മളിങ്ങോട്ട് ഇറങ്ങിട്ടാ, സംഭവം അടിപൊളിയാണ്. രക്ഷയല്ലേ, പാറയുടെ ഗ്യാപ്പിക്ക് പോണിട്ടാ. ഇത് മറിഞ്ഞ് വീഴുന്നുണ്ടോ പൈപ്പാ എല്ലാം ഉണ്ടാവുന്നുണ്ട്. വെള്ളം കുടിക്കുമ്പോഴൊക്കെ ഉണ്ടല്ലോ, ഗ്യാപ്പൊക്കെ ഉണ്ട് അവിടെ. നാച്ചുറൽ പറയാനായിട്ടില്ല, കെട്ടിക്കിടക്കണം തന്നെ. ആ നമ്മളിപ്പോ ഒരു ഏറ്റവും ടോപ്പ് വലിയൊരു കല്ലിന്റെ മേലെ കയറിട്ടാ അല്ലേ. സംഭവം അടിപൊളി ക്ലാസ് തന്നെയാണ്. അപ്പൊ നമ്മള് ഇന്നൊരു കേവ് പോലെ കേട്ടോ, സംഭവം ഒരു കേവ് പോലെ കേട്ടാ. ഗ്യാപ്പൊക്കെ ഉണ്ട് പാറയുടെ ഇടയിൽ കൂടെ, സൂര്യന്റെ വെളിച്ചൊക്കെ ഇങ്ങനെ വരും. അങ്ങനെ അറ്റം വരെ ഉണ്ട്. ഇനി അങ്ങോട്ട് ജസ്റ്റ് അവിടം വരെയൊക്കെ ഒന്ന് പോയി നോക്കിയേക്കാം. നമ്മളൊരു രസമുള്ള സ്ഥലം കേട്ടോ. ഭയങ്കര മഴക്കാലം വന്നു കഴിഞ്ഞ ഒരു രക്ഷയില്ല, അടിക്ക് ഇറങ്ങി നോക്കാം. മീൻകലം പോലെയുണ്ട്. വൈബ് നീ ഇവിടുന്ന് കുളിക്കാൻ നോക്കുക. ഇനി ഇതിന് വേറെ അറ്റം എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, കുറച്ച് പോയി നോക്കിയോക്കാം. വല്ല അറ്റം കണ്ടാലോ. അല്ല അവിടുത്തെ സെയിം തന്നെ, പളുങ്ക് വെള്ളം അല്ലേ. ഈച്ച ഉണ്ടോ അവിടെ കുറേ? അത് ഇവിടുന്ന് വരുന്നേക്കാ പിടുത്തം കിട്ടുന്നില്ല. പിന്നെ കോട്ട് നനച്ചോ? എന്റെ പാൻറ്റൊക്കെ ഉണങ്ങിട്ടാ. വിഷ്ണു എന്താ ഡ്രസ്സൊക്കെ നനയ്ക്കുന്നുണ്ട്. ഇപ്പൊ നോക്കി കോട്ടൊക്കെ ഒരു നനഞ്ഞിരിക്കാണ്ടിട്ടാ. ഇനി ബൈക്കിലൊരു 10 കിലോമീറ്റർ പോകുമ്പോഴേക്കും ഇനി ഇതൊക്കെ ഫുള്ളായിട്ട് ഉണങ്ങിണ്ടാവും. പത്ത് 2 കിലോമീറ്റർ അടുത്തുണ്ട്. വാ ഇറങ്ങാം. അയ്യോ നല്ലൊരു കളർഫുൾ ഏരിയ ഉണ്ടോ. അത് രസമുണ്ട് നടന്നു പോവാന്. പൊളിയാ. പക്ഷെ ഇവിടെ നിറച്ച് ഈച്ചകളുണ്ട്. അതാണ് എനിക്ക് എന്തോ ഇറിട്ടാക്കി അടിക്കുക ഈച്ചകൾ വരുമ്പോൾ. അയ്യോ വണ്ടി അവിടെ ഉണ്ടാവുമോ എന്തോ, പോലീസ് നോക്കിക്കൊണ്ടോ എന്തോ. കൊമ്പം ഫോറസ്റ്റാണ്.
മഴക്കാലത്തൊക്കെ ഒന്നും കിടക്കാൻ പാടില്ല, ഡേഞ്ചറാണ്. ആള് കാൽ സ്ലിപ്പായി കഴിഞ്ഞാലേ ഒരു പൊടി പോലും കിട്ടില്ല, അങ്ങനെ കേസുണ്ട്. അവനാണ് ജീവൻ അവനാവും നോക്കുക. ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല എന്ന് വെച്ചാൽ വെള്ളം തീരെയും കുറവാണ്. നല്ല വ്യൂ ആട്ടോ അവിടെ. എൻ്റെ അമ്മ കുഴപ്പമില്ല. രഥാഥ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് കുടുങ്ങിയ വണ്ടി അവിടെ നിർത്തിയിട്ടോ. അപ്പോൾ നമ്മളോട് റിലാക്സ് ചെയ്യണം. ഒരു ചെറിയൊരു അവിടെ എന്തൊക്കെയോ സൗണ്ട് കേൾക്കണ്ടാ. അവിടെ കുളിയുണ്ടല്ലേ ഗായ്സ്, അവിടെ കുളിക്കാൻ കേട്ടോ കുറേ ആൾക്കാരൊക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ കുളിക്കാൻ മുങ്ങാല്ലേ? അവിടെ മുങ്ങിയിട്ട് വരാം. അപ്പോൾ വിഷ്ണു മുങ്ങാൻ റെഡി ആയിട്ടിരിക്കട്ടാ. ഹെൽമെറ്റ് ഒന്ന് കെട്ടിയിടാ. ഇതന്നെ അല്ലേ, മാറ്റില്ലല്ലേ? തന്നെ. അപ്പോൾ ഞങ്ങള് മാറ്റണമെന്നില്ല. ഞാൻ ഷർട്ട് മാറ്റണുണ്ട്. വേണ്ട, ഷർട്ട് മാറ്റാം. അപ്പോൾ നമുക്കൊരു വെള്ളച്ചാട്ടം കണ്ടിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് ഇറങ്ങാണ്. ഇവിടെ തറ കണ്ടൽ കാടുകളൊക്കെ ആട്ടാ. അപ്പോൾ സംഭവം അതിൻ്റെ അടിക്ക് പോകണം. ഇച്ചിരി പാലൊക്കെ ഉണ്ട്, നമുക്കൊന്ന് പോയിട്ട് വരാം. ഇവിടെ കുറേ പിള്ളേരൊക്കെ അവിടെ വണ്ടിയിൽ നിന്നൊക്കെ ഡ്രസ്സൊക്കെ എടുത്ത് റെഡി ആവണൊക്കെ ഉണ്ട്. അപ്പോൾ വിഷ്ണു പോവല്ലേ ഗായ്സ്? വെള്ളച്ചാട്ടം കാണാൻ വന്ന ഓരോ കാറുകളൊക്കെയാണ് ഈ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ കുറേ കുളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഒരുപാട് ഫാമിലീസ് അവിടെ കുളിക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൊണ്ട് പോയിട്ട് വരാം. അപ്പോൾ വിഷ്ണു അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ കുളിക്കണം വെള്ളം. അവിടെ അത്യാവശ്യം വെള്ളമുണ്ട് കേട്ടോ. അവിടെ നിന്ന് മുങ്ങാൻ തീരുമാനിച്ചു. ഇപ്പോൾ മുങ്ങിയിട്ട് വരാം. വെള്ളച്ചാട്ടത്തിൻ്റെ പാലത്തിൻ്റെ മേലെ എത്തിയിട്ടോ. അതാണ് പാലം. ഇതിങ്ങനെ നടന്നു പോയി കഴിഞ്ഞാലാണ് നല്ല വ്യൂ ഉള്ള പാലം കേട്ടോ അത്. കണ്ടല്ലേ? അടിഭാഗത്ത് കുറേ പിള്ളേർ കുളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി നീരാട്ടം തന്നെയാണ്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. ഇവിടെയൊക്കെ ഒരുവിധമൊക്കെ വെള്ളം പറ്റി പാറയാണ് കാണുന്നത് കേട്ടോ. കണ്ടില്ലേ? കുറച്ച് വെള്ളമുള്ളൂ. എന്നാലും നമ്മൾ കുളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടിഭാഗത്തെ വെള്ളമായിട്ടേ കാണുന്നത്. അത്യാവശ്യം ആൾക്കാരൊക്കെ അവിടെ കുളിക്കണമൊക്കെ ഉണ്ട്. പിന്നെ അറ്റത്തൊക്കെ പോയി കഴിഞ്ഞാൽ കുറേ കുളിക്കാൻ പറ്റിയ നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. വന്ന വഴിയായിട്ടായി കാണുന്നത്. രസമുണ്ട്. ഇതിൽ നടന്ന് വരുമ്പോൾ അതിന് പ്രത്യേക ഒരു ഭംഗി കേട്ടോ. കണ്ട ഫുള്ള് പച്ചപ്പാണ് മൊത്തത്തിൽ. ഇങ്ങനെ വന്നു കഴിഞ്ഞാലേ രണ്ട് വഴികളുണ്ട്. ഇങ്ങനെയും പോവാം, പിന്നെ ഇതിലേ ഇങ്ങോട്ട് പോവാം. നമുക്ക് ഇങ്ങനെയാണ് ഇറങ്ങാം. വിഷ്ണു അവിടെയാണ്. ജസ്റ്റ് ഒന്ന് മുങ്ങാം, ഒന്ന് കുളിച്ചിട്ട് തന്നെ ബാക്കി കാര്യം. കല്ലുകൾ ചാടി ഇറങ്ങി മനുഷ്യരുടെ കാല് പോയിട്ടാ. ഞാൻ സാധാരണ അവിടെ നിന്ന് ചാടാറുള്ളതാണ്. ഇപ്പോൾ ചാടാനും പറ്റണില്ല. കാലൊക്കെ നല്ല വേദന. വെള്ളം നന്നായി ഇറങ്ങി നിട്ടേ ഭയങ്കര ഒരു മസിലൊക്കെ പിടിച്ച പോലെ. നമ്മളത് എവിടെ താഴായിട്ടാ. ഇവിടെ തന്നെ ഇറങ്ങാടാ, അതാ നല്ലത്. എന്തിനാ വെറുതെ അതിനെന്താ ഇറങ്ങിക്കോ. ആഴല്ലേ വേണ്ടത്. മുങ്ങി നീ വരാമല്ലോ. ആഴുണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളൂ. ആഴില്ലെങ്കിൽ ഒരു ത്രില്ലില്ലല്ലോ. വേടാ ചാടിക്കോ. ഗായ്സ്, അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞു കേട്ടോ. വേഗം എടുത്തു. അപ്പോൾ കുളി കഴിഞ്ഞു, എല്ലാം ഓക്കെ. ഒന്നും കൂടി ഒന്ന് തണുപ്പിച്ചു കേട്ടോ. അയ്യോ, ഇപ്പോൾ കുറേ ആൾക്കാരെ കുളിക്കാൻ പറ്റും. നല്ല ഏരിയ കേട്ടോ അവിടെ കുളിക്കാൻ പറ്റിയ. അടിപൊളിയാണ്. ഒന്ന് മുങ്ങി നീന്താനും ചാടാനും അത്യാവശ്യം ആഴമുണ്ട്. 2 ആളെ ഹൈറ്റിന് ആഴൊക്കെ ഉണ്ട് കേട്ടോ. പൊളിയാണ്. ഇപ്പോൾ നിലമ്പൂരിൽ നിന്ന് താമരശ്ശേരി ഊട്ടിക്ക് പോകുമ്പോൾ ഒരു പാലത്തിൻ്റെ അടുത്തുണ്ടാവും കേട്ടോ. ദൂരെ വെള്ളച്ചാട്ടം. സംഭവം കളറാട്ടാ. അപ്പോൾ ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ തകർക്കാം, അടിച്ച് പൊളിക്കാട്ടാ. പറ്റി നിറച്ച് തിരക്കാം അവിടെ. വേറെ ഞങ്ങൾ നിന്നില്ല, ഓട്ട സമയമല്ല. ഗായ്സ്, നമ്മളിങ്ങനെ ചുരം കയറി വരിക കേട്ടോ. വയനാട്ടിലേക്കുള്ള യാത്ര തന്നെയാണ്. അപ്പോൾ അതോ ഒരു മലയുടെ ഏറ്റവും ഒരു ടോപ്പിക്ക് എത്തിയിട്ടുണ്ട് ഞങ്ങൾ. ഇപ്പോൾ തുഷാരഗിരി ടു താമരശ്ശേരിക്കുള്ള യാത്ര അടിപൊളിയാട്ടോ. ആദ്യമായിട്ട് വരികയാണ് ഈ വഴിക്ക്. വയനാട് കുറേ പോയിട്ടുണ്ടെങ്കിലും തുഷാരഗിരി ഈ റൂട്ട് ആദ്യമായിട്ടാ. പൊളി സംഭവം കേട്ടോ. ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലൊക്കെ വരുമ്പോൾ ഈ വെള്ളം ഒന്നും കൂടി വൈബായിരിക്കും കേട്ടോ. ജൂൺ ജൂലൈയിലൊക്കെ പോകുമ്പോൾ വെള്ളം ശക്തി ഉണ്ടാവും, നമുക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല. ഒത്തിരി ചടങ്ങാവും, നമുക്ക് ആസ്വദിക്കാമെന്ന് മാത്രം. പക്ഷേ ഒരു ഒക്ടോബർ നവംബർ ഡിസംബറിലൊക്കെ വരുമ്പോൾ സംഭവം പൊളിയാണ്. എന്തായിരുന്നാലും സംഭവം ഇത് ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. ബൈക്കൊക്കെ വരുന്ന കണ്ടില്ലേ? ഗായ്സ്,
ഇപ്പോൾ നിൽക്കുന്നത് താമരശ്ശേരി ചുരത്തിൻ്റെ ഏകദേശം അവിടെ എത്താനായിട്ട്. നിലമ്പൂരിൽ നിന്ന് താമരശ്ശേരി റൂട്ടിൽ പോകുന്ന ഒരു ഫോറസ്റ്റ് റോഡ് ഉണ്ട്. ആ റൂട്ടിൽ കൂടെയുള്ള യാത്രയാണ്. അപ്പോൾ നമ്മളിങ്ങനെ തട്ടിയും തടഞ്ഞ് ഇങ്ങനെ വരികയാണ്. അപ്പോൾ ഒരു വെള്ളച്ചാട്ടം കണ്ടു. ഏതാ കോഴിപ്പാറ വെള്ളച്ചാട്ടം. ആ വെള്ളച്ചാട്ടം റൂട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യൂ പോയിൻ്റ് കണ്ടു, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് കണ്ടില്ലേ. അപ്പോൾ ഇവിടെ കുറച്ചുണ്ട് രണ്ടടി നടന്നു കഴിഞ്ഞാലാണ് ഈ വെള്ളച്ചാട്ടം കാണുക കേട്ടോ. അപ്പോൾ നല്ലൊരു ഹോം സ്റ്റേ വീടൊക്കെ ഇവിടെ ഉണ്ട്. നല്ലൊരു നൈസൊരു ഏരിയ തന്നെയാണ്. മുന്നറിയിപ്പ്: ഈ പുഴയിൽ നീരൊഴുക്കിൽ ഇറങ്ങരുത്, ഏത് സമയത്തും ഒഴുക്ക് കൂടാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബോർഡിൽ. അപ്പോൾ കുറച്ച് ഡേഞ്ചർ തന്നെയാണ്. ഞാനിപ്പോൾ ഉള്ളതൊരു ഉറുമി ഡാമിൻ്റെ അവിടെ കേട്ടോ. അപ്പോൾ താമരശ്ശേരി പോണ റൂട്ടിൽ തന്നെയാണ് ഉറുമി ഡാം. അപ്പോൾ നമ്മൾ താമരശ്ശേരി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉറുമിയുടെ ഡാമിൻ്റെ ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. ഇതൊക്കെ തന്നെയാണ് കേട്ടോ. ഭയങ്കര സംഭവമാണ്. ഇപ്പോൾ മഴ ഒന്നും ഇല്ലാത്ത കാരണം ഇതൊക്കെ വറ്റി വരണ്ടു. അവിടെ നിന്നൊക്കെ വെള്ളം ഒഴുകി വരണതാട്ടോ. ഇങ്ങനെ ഒഴുകിയിട്ട് ചെറിയൊരു കുണ്ടിൽ കുറച്ച് വെള്ളമുണ്ട്. അവിടെ കുറച്ച് ആൾക്കാർ കുളിക്കുന്നുണ്ട്. നമ്മളും അവിടുത്തെ കുളിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനാണ്ടി വന്നുള്ളത്. അപ്പോൾ നമ്മളങ്ങോട്ട് പോവാട്ടോ. ഇവിടെ കറണ്ടൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് കുറച്ച് മാറിയിട്ട്. ഇഷ്ടംപോലെ കറണ്ട് ഈ ഭാഗത്താണ്. കറണ്ട് ഒരു എല്ലായിടത്തേക്ക് എത്തണമൊക്കെ. വേറെ ഇലക്ട്രിസിറ്റിയുടെ ഭാഗത്തുണ്ട്. അവിടേക്ക് നമ്മൾ പോയില്ല, അനുമതിയൊന്നുമില്ല പോകാൻ. അപ്പോൾ നമ്മൾ വന്നത് ഈ വെള്ളക്കെട്ടിൽ നിന്ന് കുളിക്കാൻ വേണ്ടിയിട്ടാട്ടോ. സംഭവം അടിപൊളിയാണ്. ഈ പുഴ മൊത്തം കണക്റ്റിങ് ആട്ടോ. നമ്മൾ അവിടുന്ന് നിലമ്പൂരിൽ നിന്ന് കണ്ട പുഴ ഇങ്ങോട്ട് കണക്ട് ചെയ്തിട്ട് ഇതുവരെ എത്തണതാണ് സംഭവം. കുറച്ച് വെള്ളമുള്ളൂ കേട്ടോ അവിടെ, കണ്ടില്ലേ. അപ്പോൾ അവിടെ നിന്നാണ് വെള്ളം വരുന്നത്. നമുക്ക് അങ്ങോട്ട് പോയിട്ട് വരാം. ചെറുതാ, നല്ല ഏരിയ ഉണ്ട് കേട്ടോ കുളിക്കാൻ. അത്യാവശ്യം ചെറിയ വെള്ളം അങ്ങനെ വരുന്നുണ്ട്. ചളി വെള്ളം.